ഞാൻ ഒരിക്കല് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഖത്തർ എയർപോർട്ടിൽ കുടുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ ഫ്ലൈറ്റിൽ ഡിലേ ആയി. ഞാൻ പുറപ്പെട്ട രാജ്യത്ത് നിന്ന് വിമാനം പുറപ്പെടാൻ വൈകിയത് കൊണ്ട് ഖത്തറിൽ ദോഹയിലെത്തിയപ്പോൾ എനിക്ക് ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് മിസ് ചെയ്തു. അത് എയർലൈനിന്റെ തന്നെ കുഴപ്പമായതുകൊണ്ട് അവര് ഈ എയർപോർട്ടിനകത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ എനിക്ക് മുറി തന്നു. എയർപോർട്ട് പുതിയ എയർപോർട്ടാണ്, അതിനകത്ത് തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ട്, അതിനകത്ത് താമസിക്കാം. പക്ഷെ ഒറ്റ കുഴപ്പം, പിറ്റേ ദിവസം രാത്രി അടുത്ത ഫ്ലൈറ്റ് വരെയുള്ള 24 മണിക്കൂർ ആ ഹോട്ടൽ മുറിക്കകത്ത് നിന്ന് വേറെങ്ങും പോകാൻ പറ്റില്ല. കാരണം ആ രാജ്യത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് വിസയില്ല. പോകാൻ പറ്റത്തില്ല, അവരവിടെ താമസിക്കാൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, ഭക്ഷണം കിട്ടും. അപ്പോൾ ആ ഇരുന്ന സമയം കൊണ്ട് പകൽ സമയം ഒരു പകല്, പിറ്റേ ദിവസം പകലിന്റെ പകുതി അവിടെ ഇരുന്നപ്പോൾ പലതരം ബ്രോഷറുകള്, ബുക്കുകൾ ഇതെല്ലാം വായിച്ചു തീർത്തു. ബുക്കുകളല്ല, ചില മാസികകളൊക്കെയാണ്. അവസാനം എന്തെങ്കിലും വായിക്കാൻ നോക്കി അവസാനം അവിടെ ഒരു വെള്ളക്കുപ്പി ഇരിപ്പുണ്ട്, അതിന്റെ പുറകില് കഥ വായിക്കാൻ തീരുമാനിച്ചു. അതെവിടെ മാനുഫാക്ചർ ചെയ്തു, എങ്ങനെ മാനുഫാക്ചർ ചെയ്തു. അവിടെ ഇരിക്കുന്നത് ഫിജി എന്ന് പറയുന്ന ഫിജി വാട്ടർ എന്ന് പറയുന്ന ഒരു കുപ്പി വെള്ളമാണ്. അതിന്റെ പുറകിലെ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഫിജി എന്ന് പറയുന്ന നമ്മളിപ്പോ ജീവിക്കുന്ന ഭൂപ്രദേശത്തിന്റെ നേരെ മറുവശത്ത്, അതായത് നമുക്ക് അതിൽ കൂടുതൽ പിന്നെ യാത്ര ചെയ്താൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പൊ ഭൂമിയുടെ മറ്റേ അറ്റത്തുള്ള ഒരു ഭൂഭാഗത്ത് നിന്ന് ഖത്തറിലെ ദോഹ എയർപോർട്ടിൽ വെള്ളം സപ്ലൈ ചെയ്യുന്നു. അവിടുത്തെ വെള്ളത്തിന്റെ മഹത്വമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വെള്ളത്തിൽ ഇന്ന മിനറലുകളുണ്ട്, ഇത്ര ശുദ്ധതയുണ്ട്. ആ വെള്ളം ഫിജിയിൽ നിന്ന് കൊണ്ടുപോയി ഖത്തറിൽ വിൽക്കാമെങ്കിൽ, ദുബായിൽ വിൽക്കാമെങ്കിൽ, UAE വിൽക്കാമെങ്കിൽ, തീർച്ചയായും കേരളം എന്ന് പറയുന്ന മനോഹരമായ ഭൂപ്രദേശത്തെ ഒന്ന് ബ്രാൻഡ് ചെയ്താൽ, ഇതുപോലെ നല്ലൊരു കഥ മെനയാൻ നമുക്ക് പറ്റിയാൽ, കേരളത്തിന്റെ മഹത്വമൊക്കെ ഒരു കുപ്പിയിലാക്കി ഞങ്ങൾക്ക് തരികയാണെന്ന് പറഞ്ഞാൽ, ലോകം മുഴുവൻ വിൽക്കാവുന്ന വെള്ളമാണ് ഈ പ്രളയജലം എന്ന് തിരിച്ചറിഞ്ഞാൽ, ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിന്റെ സാധ്യതകൾ, ഈ സാധ്യതകളെ കുറിച്ച് ഈ മട്ടിൽ ചിന്തിക്കാൻ കഴിയുന്ന ഭരണ സംവിധാനവും ഉദ്യോഗസ്ഥ വൃന്ദവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പുതിയ തലമുറയും ഉണ്ടാകുമ്പോൾ 50 വർഷം വേണ്ട, 25 വർഷം കഴിയുമ്പോൾ ലോകത്തെ നയിക്കുന്ന ഒരു ശക്തിയായി മലയാളിക്ക് മാറാൻ കഴിയുന്നുള്ളത് സംശയമില്ല. മലയാളിക്ക് വേണ്ടത് മലയാളി അർഹിക്കുന്ന ഒരു നേതൃത്വമാണ്. അവരെ ചെവിയെ പിടിച്ച് മുമ്പോട്ട് നയിക്കേണ്ടി വരും. ചില സമയത്ത് പുറത്ത് തലോടേണ്ടി വരും, ചില സമയത്ത് നിറകയിൽ ഒരു ഉമ്മ കൊടുക്കേണ്ടി വരും. മലയാളിക്ക് ഏത് സമയത്ത് എന്ത് കൊടുക്കണമെന്ന് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ മലയാളി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പ്രാപ്തരാണെന്നാണ് ബുർജ് ഖലീഫ പണിതപ്പോ അവിടുത്തെ ഭരണാധികാരി പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിൽ വലിയൊരു ശതമാനം മലയാളികളാണ് എന്ന്. ലോകത്തിലെ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിക്കുന്നിടത്ത് മലയാളിയുടെ കൈകളുണ്ട്, തലച്ചോറുണ്ട്. നാസയിൽ മലയാളിയുണ്ട്, ചന്ദ്രയാനിൽ മലയാളിയുണ്ട്, സൂര്യദൗത്യത്തിൽ മലയാളിയുണ്ട്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നിടത്ത് മലയാളിയുണ്ട്. എന്നാൽ മലയാളികളുള്ളിടത്ത് മലയാളി എന്തായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം.